ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ സ്റ്റൈലിലുള്ള പാസ്തയാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു 1/4 കിലോ മക്രോണി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ടു. അതിലേക്ക് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുക്കിംഗ് ഓയിൽ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. ഓയിലും കൂടി ഒഴിച്ച് അത് നന്നായിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അടുപ്പത്ത് വെച്ച് അത് വെന്ത് കഴിയുമ്പം നന്നായിട്ട് വേകണം. വെന്ത് കഴിയുമ്പം നമ്മളത് പച്ചവെള്ളത്തിലേക്ക് കോരി മാറ്റി നല്ല വൃത്തിക്ക് 2 പ്രാവശ്യം ഞാനിവിടെ കഴുകിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പശ പോകണം, എങ്കിലാണ് അതിന് ടേസ്റ്റ് ഉള്ളത്. അത് മാറ്റി കഴുകി വാരി എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകിടുകയാണ് ചെയ്യുന്നത്. കടുകിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ചേർക്കുകയാണ്. ആദ്യം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാൻ. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടിരിക്കുന്നു. ഒരു 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 ക്യാരറ്റും ഒരു സവോളയും എടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ ഒത്തിരി വെന്ത് പോകണ്ട, കാരണം കുറച്ച് കടിച്ചിരിക്കുന്നതാണ് ഇതിന് നല്ലത്. എന്നാൽ വേവുകയും ചെയ്യണം. അങ്ങനെയാണ്. ക്യാരറ്റും സവോളയും വഴന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴന്ന് കുറച്ചൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് നേരം നമ്മളത് ഒന്ന് വഴറ്റണം. അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഞ്ഞളിട്ട് വേവിച്ചത് കൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിന് കുറച്ച് ഉപ്പ്, ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇത് ഉപ്പിട്ട് ആണ് ഇത് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കുറച്ച് ഉപ്പ് മതി. ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ഇടുന്നത്. തക്കാളി ഇട്ടിത് നന്നായിട്ടൊന്ന് വഴലണം. തക്കാളി ഒന്ന് വെന്ത് അതൊന്ന് ഒരു പരുവാകുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് വഴന്ന് റെഡി ആയതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് ഈ മക്രോണിയെ പിടിക്കാനായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലൊഴിച്ച് കൊടുക്കണം. അതൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊരു 5-6 മിനിറ്റ് ഇത് മൂടി വെച്ച് നമ്മളിതൊന്നും കൂടെ ഒന്ന് ആ മസാലയൊക്കെ അതിലേക്ക് പറ്റാൻ വേണ്ടി മൂടി വെക്കണം. ഇത് മൂടി വെച്ച് 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നാടൻ സ്റ്റൈലിലാക്കുന്ന പാസ്ത. ഇതിലേക്ക് പ്രത്യേകിച്ച് സോസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. പെട്ടെന്നാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.